ഹലോ എവ്രി വൺ. 2026 സ്റ്റാർട്ടിങ്ങിലും 2025 ലാസ്റ്റും ഏറ്റവും കൂടുതൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇനി അങ്ങോട്ടുള്ള സമയത്ത് ഇൻ്റർനാഷണൽ കൺട്രീസിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോയിട്ട് കാര്യമുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് പോകാൻ വേണ്ടി പറ്റുമോ, എന്താണ് അതിൻ്റെ ഡിഫറൻസ്, ഇതിനേക്കാളും ബെറ്റർ GCC കൺട്രീസ് ആണോ, ദുബായിലുള്ള യൂണിവേഴ്സിറ്റീസ് എത്രത്തോളം ഫ്ലെക്സിബിൾ ആണ്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനെ നമ്മൾ കുറച്ചും കൂടെ വ്യത്യാസപ്പെട്ട രീതിയിൽ പറയുകയാണെങ്കിൽ ഇൻ്റർനാഷണൽ കൺട്രിയിൽ നിന്ന് പഠിച്ച് കിട്ടുന്ന എഡ്യൂക്കേഷൻ ഡിഗ്രിയും അതിൽ നമ്മൾ ലൈഫിൽ വരുന്ന മാറ്റങ്ങളും തമ്മിലുള്ള ഒരു കമ്പാരിസൺ GCC കൺട്രി ആയിട്ട് നടത്തുമ്പോൾ കുറച്ചധികം ലൈക്ക് 4 ടൈംസ് ഡിഫറൻസ് നമ്മുടെ ലൈഫിൽ പിന്നീട് ഉണ്ടാവും. അതായത് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഓപ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ഓരോ ഇയർ പാസ് ചെയ്യുന്തോറും അതിൻ്റെ റൂൾസ് റെഗുലേഷൻസ്, നമ്മൾ എടുക്കേണ്ട പ്രിക്കോഷൻസ്, സ്റ്റെപ്പുകൾ എല്ലാം മാറ്റം വരുന്നുണ്ട്. കാരണം AI അടക്കം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടൈമിൽ ഇൻ്റർനാഷണൽ കൺട്രീസും എഡ്യൂക്കേഷൻ്റെ കേസിൽ ഭയങ്കരമായിട്ട് ഫാസ്റ്റ് ഫോർവേഡ് ആയിരിക്കും. ഇപ്പോൾ റിജക്ഷൻസ് ഒരുപാടുണ്ട്, പേപ്പർ വർക്ക്സ് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല, റെഫ്യൂസൽസ് വന്നു കഴിഞ്ഞാൽ ഇനി എൻ്റെ ഫ്യൂച്ചർ എന്തൊക്കെയാവും എന്നുള്ള കൺസേൺസ് ഉള്ളവർ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ അതിന് ഇപ്പോൾ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള, അതുപോലെ തന്നെ എല്ലാവർക്കും ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ നോട്ട് ഡൗൺ ചെയ്തിട്ടുണ്ട്. അത് ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ പ്രാക്ടിക്കലാണെന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. അത് ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബേസിക്കലി എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, മെൻ്റലി പേരൻസിനാണെങ്കിലും സ്റ്റുഡൻസിനാണെങ്കിലും ഭയങ്കര ഡ്രെയിൻ ഔട്ട് ആവാത്തൊരു സിറ്റുവേഷനിൽ വേണം നമ്മൾ എബ്രോഡ് എഡ്യൂക്കേഷൻ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനുള്ള രീതിയിലുള്ള കുറച്ച് റെമഡീസ് അതുപോലെ തന്നെ സൊല്യൂഷൻസ് ആണ്. ഐ ഹോപ്പ് ഇത് എല്ലാവർക്കും കുറച്ചുകൂടെ ഫേവറിങ് ആയിരിക്കും. ഫസ്റ്റ് അത് ഭയങ്കര കട്ട് ഷോർട്ട് ചെയ്തിട്ട് ഞാൻ പറയാം. ഫസ്റ്റ് തിങ് പറയുന്നത്, നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് നല്ലതായിരിക്കണം. എല്ലാ കൺട്രീസും എല്ലാവർക്കും പോകാൻ പറ്റണമെന്നില്ല. പലരുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് പല പോലെയാണ്. ഇപ്പം ഞാൻ ഡീൽ ചെയ്യുന്ന എല്ലാ സ്റ്റുഡൻസിനും ലോൺ ഒരുപാട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട്, ലോൺ അധികം എടുക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ട്, അതേപോലെ തന്നെ ഓൺ ഫണ്ട് ഭയങ്കരമായിട്ട് ഉള്ള ആൾക്കാരുണ്ട്, ഓൺ ഫണ്ടും അതുപോലെ തന്നെ ലോണും പകുതി പകുതി പോസിബിൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ചിലവർക്ക് നല്ലോണം ഓൺ ഫണ്ട് ഉണ്ട് പക്ഷെ പ്രോപ്പർ സോഴ്സസ് പറയാൻ വേണ്ടി പറ്റാത്ത ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് ഈ ഒരു കേസിൽ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, നമ്മുടെ കയ്യിലുള്ള ഫണ്ട് ഒന്ന് അലോട്ട് ചെയ്തിട്ട്, ഇതാണ് ഞാൻ എൻ്റെ കൺസൾട്ടേഷനിൽ ബേസിക്കായിട്ട് ചെയ്യാറ്, എത്രത്തോളം നമുക്ക് പോസിബിൾ ആണെന്ന് നോക്കിയിട്ട് നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു കൺട്രി ചൂസ് ചെയ്യാം. അതായത് റിജക്ഷൻ വരാത്ത രീതിയിൽ നമുക്ക് സോഴ്സൊക്കെ വെച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന, നമ്മുടെ പ്രൊഫൈൽ ഓക്കെ ആവുന്ന ഒരു കൺട്രി ചൂസ് ചെയ്യുക. അതൊന്നല്ല, ഒരു 5-6 ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. നമ്മുടെ മാർക്കും എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിരിക്കണേ. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഴ്സ് ഏറ്റവും കൂടുതൽ റെലവൻ്റ് ആയിട്ടുള്ള, PR ലിസ്റ്റിലാണെങ്കിലും ക്രിട്ടിക്കൽ ലിസ്റ്റിലാണെങ്കിലും ആ കോഴ്സുള്ള, അത്യാവശ്യം ഡിമാൻഡുള്ള, ഇൻഡസ്ട്രി ഡിമാൻഡ് എന്നുള്ള ടേമാണ് നമ്മൾ പറയാം. വൈ? ബിക്കോസ് ആ ഒരു ഇൻഡസ്ട്രിക്ക് അവിടെ അത്യാവശ്യം കാലങ്ങളിൽ ഒരു എക്സ്പോഷർ ഉണ്ടാവും. മറ്റ് കൺട്രീസും എത്തി നോക്കുന്ന കൈൻഡ് ഓഫ് ഇൻഡസ്ട്രീസ് ആയിരിക്കും. അങ്ങനെയുള്ള ഒരു കോഴ്സ് നമ്മളവിടെ ചൂസ് ചെയ്യുക. അതായത് പഠിത്തം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ സ്റ്റേ ബാക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമുക്ക് ഡയറക്റ്റ്ലി ഈ ജോബ് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ സേഫ് ആയിരിക്കണം. അതാണ് സെക്കൻഡ് കാര്യം. അതായത് ഫസ്റ്റ് നമ്മൾ ഫിനാൻഷ്യൽ പ്ലാനിങ് പ്രോപ്പറായിട്ട് വേണം. രണ്ടാമത്തെ, നമ്മുടെ കോഴ്സ് അത്യാവശ്യം നല്ല രീതിക്ക് റെലവൻ്റ് ആവണം. മൂന്നാമത്തെന്ന് പറയുന്നത്, നമ്മൾക്ക് വൺസ് വിസ വന്നു കഴിഞ്ഞാൽ, വിസ വരുന്നതിന് മുന്നേ ആക്ച്വലി ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മുടെ പ്രൊഫൈൽ അത്യാവശ്യം ബിൽഡ് ചെയ്യണം. അതായത് അവിടെ ചെന്നെല്ലാം റെഡിയാക്കാം എന്നുള്ളത് മാറ്റി വെച്ചിട്ട് ഇവിടെ നിന്നെല്ലാം സെറ്റ് ചെയ്ത് പോകാമെന്നുള്ളൊരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ കൊണ്ടുവരണം. മിക്ക പിള്ളേരുടെ ഇടയിലും പ്രോപ്പറായിട്ടുള്ള റെസ്യൂമേഴ്സ് ഇല്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ സെർച്ച് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിക്കണം ഏതൊക്കെ പാർട്ട് ടൈം ജോബ്സ് അവിടെ അവൈലബിൾ ആണ്. അതിൽ ഒരു 5-6 റെസ്യൂമേഴ്സ് കയ്യിൽ ഡെഫിനറ്റ്ലി വെക്കുക. കാരണം സ്വിച്ച് ചെയ്യാൻ, ജോബ് ഈസിലി നമുക്ക് സ്വിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ പഠിച്ച ഫീൽഡുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കണം. അതിനുശേഷം രണ്ടാമത് നമ്മൾ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മസ്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ എൻ്റെ അടുത്തേക്കൊക്കെ ലിങ്ക്ഡിൻ പ്രൊഫൈലിന് വേണ്ടി വരുന്ന പിള്ളേർ പഠിത്തം കഴിഞ്ഞ് ജോലിയിലേക്ക് എത്തുമ്പോഴാണ് സത്യം പറഞ്ഞാൽ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്. പക്ഷെ അത് റോങ് വേ ആണ്. നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റും. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഇംഗ്ലീഷിൽ നമ്മൾ അത്യാവശ്യം കോൺഫിഡൻ്റ് ആയിരിക്കണം. ഇൻ്റർവ്യൂസ് ഹാൻഡിൽ ചെയ്യാൻ നമുക്ക് വേണ്ടി പറ്റണം. അപ്പോൾ അതുകൊണ്ട് മസ്റ്റായിട്ട്, ഞാൻ ഒരിക്കലും സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് പറയില്ല, പക്ഷേ ബ്രില്യൻ്റ് ആയിട്ടുള്ള ട്രെയിനിങ് സെഷൻസ് ആർ അവൈലബിൾ. അതുപോലെ തന്നെ ഭയങ്കര നോട്ടബിൾ ആയിട്ടുള്ള, നമുക്ക് നല്ല ലെസൺസ് തരുന്ന യൂട്യൂബ് അതുപോലെ തന്നെ പോഡ്കാസ്റ്റ് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ കുറച്ചും കൂടെ ഇംഗ്ലീഷ് ഒന്ന് നമ്മുടെ കയ്യിൽ വെക്കാൻ വേണ്ടി നോക്കുക. ലൈക്ക് നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ മെജർലി നമ്മൾ ഡീൽ ചെയ്യേണ്ടി വരുന്ന പ്രസൻറ്റേഷൻ ആണെങ്കിലും ഡിസർട്ടേഷൻസിനാണെങ്കിലും ഒക്കെ ഡീൽ ചെയ്യേണ്ടി വരുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. അതൊരു കാര്യം. പിന്നെ നെക്സ്റ്റ്, നമ്മൾ നെറ്റ്വർക്ക് ചെയ്യാൻ വേണ്ടി പഠിക്കണം. ലേൺ ടു നെറ്റ്വർക്ക് എന്നാണ് പറയാം. ലൈക്ക് നമ്മൾ പോകുന്ന സ്ഥലത്ത് നമ്മൾ പോയ കൂട്ടം ഫ്രണ്ട്സ് മാത്രമായിരിക്കരുത് ഒരിക്കലും നമ്മുടെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വരണം. നമ്മൾ മീറ്റ് ചെയ്യുന്ന എല്ലാ ആൾക്കാരും
നമ്മൾ വർക്ക് സ്പേസിലുള്ള ആൾക്കാർ, അതേപോലെ തന്നെ നമ്മുടെ നൈബറിങ് ആയിട്ടുള്ള എല്ലാ ആൾക്കാരും ഒരു ഫ്രണ്ട്ലി റാപ്പോർട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നോക്കണം. ലൈക്ക് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല ലിങ്ക്ഡിൻ, ഇൻഡീഡ് പോലത്തെ ജോബ് പോർട്ടൽസ് ആവണമെന്നേ ഇല്ല നിങ്ങൾക്ക് വരുന്ന ജോബും കാര്യങ്ങളെല്ലാം. ഇങ്ങനത്തെ കണക്ഷൻസും നെറ്റ്വർക്കുകളെല്ലാം, യുവർ പെർഫെക്റ്റ് നെറ്റ്വർക്ക് ഇസ് ദ നെറ്റ്വർക്ക് എന്ന് പറയുമല്ലോ, അതുപോലെ തന്നെയാണ് ഇങ്ങനത്തെ കണക്ഷൻസ് നിന്നൊക്കെ നമുക്ക് നല്ല ജോബ്സ് കിട്ടാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, വൺസ് നമ്മളൊരു ജോലിയിലേക്ക് എത്തിപ്പെട്ട് കഴിഞ്ഞാൽ ആ കൺട്രിയുടെ ലീഗൽ സൈഡെല്ലാം നമ്മൾ മനസ്സിലാക്കി വെക്കണം. ടാക്സ് ലോസ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഞാൻ ഇപ്പം നിൽക്കുന്ന ഈ വർക്ക് സ്റ്റേറ്റസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അത് ആക്ച്വലി കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട കാര്യങ്ങളാണ്. ഒരു കൺട്രിയുടെ ഹിസ്റ്ററി ഉണ്ടായിരിക്കും, ആ ഹിസ്റ്ററി തൊട്ടിട്ട് ഇപ്പോൾ കറൻ്റ്ലി ഹാപ്പനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇത്രയും പ്രോപ്പർ ആയിട്ടുള്ളൊരു പ്ലാനിങ്ങിന് ശേഷം നമ്മൾ എബ്രോഡ് എഡ്യൂക്കേഷൻ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിലും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി വേറെ ഒന്നുമില്ല. എപ്പോഴും നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം, പ്രോപ്പർ പ്ലാനിങ് എന്ന് പറയുന്നത് എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ കേസിൽ മാത്രമല്ല, നാട്ടിലും ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. പക്ഷേ എബ്രോഡ് എഡ്യൂക്കേഷൻ്റെ കേസിൽ നിങ്ങൾ ഇനീഷ്യൽ സ്റ്റേജിൽ തന്നെ ഭയങ്കരമായിട്ടുള്ളൊരു വർക്ക് എടുക്കുകയാണ്, റിസർച്ച് നടത്തുകയാണെന്നുണ്ടെങ്കിൽ വിത്ത് ദ പ്രോപ്പർ ഗൈഡൻസ് ഓഫ് എ ഗുഡ് മെൻറ്റർ, നോളജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ കൂടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലോങ് ടേമിക്ക് നല്ല റിസൾട്ട്സ് ആയിരിക്കും. അപ്പോൾ 2026 തൊട്ടിട്ട് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനെ കുറിച്ചിട്ട് ആലോചിച്ച് ടെൻഷൻ അടിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഈ ഒരു ഏരിയയിലും കൂടെ ഈ ഒരു രീതിക്ക് ഒരു 5, ഇപ്പം ഞാൻ പറഞ്ഞതിൽ എനിക്ക് തോന്നുന്നു ഒരു 5 പോയിന്റ്സ് ഉണ്ടെന്ന്, ആ 5 പോയിന്റ്സിനെ സറൗണ്ട് ചെയ്തിട്ടും കൂടെ നിങ്ങളൊന്ന് ചിന്തിക്കുക. എന്നിട്ട് പ്രോപ്പറായിട്ട് നമ്മളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷൻ ഓപ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഇതിന് റിലേറ്റഡ് ആയിട്ട് ഇപ്പം ഞാൻ ചെയ്തിട്ടുള്ള ഈ വീഡിയോ കോണ്ടന്റ് ആക്ച്വലി ഇതിൽ സംസാരിക്കാനാണെങ്കിൽ 2-3 മണിക്കൂർ നമുക്ക് ഓരോ കൺട്രി വൈസ് തന്നെ സംസാരിക്കാനുള്ള കോണ്ടന്റ് ഉണ്ട്. പക്ഷേ ഇൻ കേസ് നിങ്ങൾക്ക് ഭയങ്കര പ്രത്യേകമായിട്ട് എന്നോട് എന്തെങ്കിലും ചോദിക്കണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ലീവ് ചെയ്താൽ മതി. ഡൗട്ട് എന്താണെങ്കിലും വിതിൻ 24 hours ഞാൻ മാക്സിമം റിപ്ലൈ തരാൻ വേണ്ടി നോക്കുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ഇമെയിൽ ID അവൈലബിൾ ആണ്, അതിൽ മെയിൽ ചെയ്താലും ഇറ്റ്സ് ഹൈലി ഓക്കെ.